മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി അതിശക്തമായ നിലയിൽ തന്നെ തുടരുന്നത് കണ്ടുകൊണ്ടാണ് വാരം അവസാനിക്കുന്നത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, വലിയൊരു കറക്ഷൻ ഒന്നും കണ്ടില്ല കഴിഞ്ഞ 2-3 ആഴ്ചയായി. ചെറിയ സ്വാഭാവികമായ കറക്ഷൻ വന്നു, അതിനുശേഷം ശക്തമായി തന്നെ തിരിച്ചു വരുന്നു, അവിടെ തന്നെ നിലകൊള്ളുന്നു. അധികം മൂവ് ചെയ്യാതിരുന്ന വളരെ മികച്ച ഓഹരികൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെ ഒരു സൂചനയായിട്ട് എടുത്താൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഒരു ശക്തമായൊരു മുന്നേറ്റം വിദേശ ധനസ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി മാർക്കറ്റിൽ വന്നിരുന്നു. അതേ നാണയം അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും കണ്ടത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വർഷം ഒക്കെ എങ്ങനെയായിരിക്കും? പുതിയ വർഷം തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർഷമായിരിക്കാം. മേജർ ന്യൂസ് നമ്മൾക്കറിയാം, ഇലക്ഷൻ തന്നെയാണ് മേജർ ട്രിഗർ എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വീക്കോടുകൂടി, നെക്സ്റ്റ് വീക്കല്ല 12th കൂടി വീണ്ടും റിസൾട്ട് സീസൺ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റിൽ ആ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നു എന്നുള്ളതാണ് പോസിറ്റീവ്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ റൈഡ്, ഇപ്പോൾ സനൽ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മൊമെൻറ്റം കാണുന്നു മാർക്കറ്റിൽ. കാരണം പാർട്ടിസിപ്പേഷൻ കൂടുന്നു, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും വളരെ ആക്റ്റീവായി വരുന്നു, അതുപോലെ തന്നെയാണ് FISൻ്റെയും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, അതുപോലെ മേജർ ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് ഒരു മൂവ് തന്നെയാണ് പുതുവർഷം മാർക്കറ്റിനെ സംബന്ധിച്ച്. ആ ഒരു മൂവ് ഫസ്റ്റ് വീക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ചില ഓഹരികൾ, പ്രത്യേകിച്ചും ബോഷ് അല്ലെങ്കിൽ വാപ്കോ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ, അത്തരം കമ്പനികളിൽ വലിയൊരു ചലനം കഴിഞ്ഞ ആഴ്ച കണ്ടു. പ്രത്യേകിച്ചും ബോഷിനെ സംബന്ധിച്ച് ഏകദേശം 1000 രൂപയാണ്, അല്ലെങ്കിൽ 800-900 രൂപയാണ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മാറിയത്. 11,000-ന്റെ ലെവലുകളിലേക്ക് ബോഷ് അടുക്കുകയാണ്. അധികം മലയാളികളാരും ഇത്തരം കമ്പനികളിൽ അധികം ശ്രദ്ധ വച്ചിട്ടും ഉണ്ടായിരുന്നുമില്ല. മൾട്ടിനാഷണൽ കമ്പനികളാണ്. ഇത്തരം കമ്പനികൾ വില കൂടുതലാണ്, അല്ലെങ്കിൽ 10,000 രൂപ വേണം ഒരു ഷെയറിന് എന്നുള്ളത് കൊണ്ട് പലരും മാറി നടന്നിട്ടുമുണ്ട്. മുൻപ് അധികം കാലം ആവുന്നതിന് മുൻപ് ഏകദേശം 4,000-5,000 ലെവലിലായിരുന്നു ഈ ഓഹരികൾ കിടന്നിരുന്നത്. ഇത്തരം ഓഹരികളിലേക്ക്, പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമായില്ലേ? പ്രത്യേകിച്ചും അത് പറയാൻ കാരണം, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതിൻ്റെ ഇൻ്റർനാഷണൽ കമ്പനിയായ യൂണിലിവർ, അതിൻ്റെ മാതൃ കമ്പനി HUL കൂടുതൽ ഓഹരികൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു വശത്ത്. അതുപോലെ തന്നെ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ, അതുപോലെ അങ്ങനെ ഒരു പിടി കമ്പനികൾ വരുന്നു. അതിനിടയിലാണ് ബോഷ് ഇന്ത്യൻ കമ്പനിയിൽ മാതൃകമ്പനി കൂടുതൽ ഓഹരികൾ വാങ്ങും എന്ന തരത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഡീലിസ്റ്റ് ചെയ്ത് പോകാനും ആയിരിക്കാം. പക്ഷേ എന്തു തന്നെയായാലും മൾട്ടിനാഷണൽ കമ്പനികൾ, അത്തരം കമ്പനികൾ, ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്, അതിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ വിപണിയിൽ ഉണ്ടെങ്കിൽ അതല്ലേ ഈ വർധനയുടെ കാരണം? ഉണ്ട്, തീർച്ചയായും. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു കൺസ്യൂമർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ MNC കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ ഒരു ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കി ഇന്ത്യയിൽ കൂടുതൽ ഓപ്പറേഷൻ കൊണ്ടുവരിക, അവരുടെ പ്രൊഡക്റ്റ് എല്ലാം വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്തു പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. അത് തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ, നമ്മൾ ഈ ബോഷിലൊക്കെ കാണുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ MNC കമ്പനികളുടെ ഒരു ഫോക്കസ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് പോസിറ്റീവ്. പിന്നെ അതിലുപരി ഇതിൻ്റെ ഫ്യൂച്ചർ കണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സ്റ്റോക്കുകളിൽ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ റീസൺ. എന്തു പറഞ്ഞാലും ഇന്ത്യയുടെ പോപ്പുലേഷൻ തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ സെഗ്മെൻറ്റിലും ഒക്കെ തന്നെ വലിയൊരു ഫോക്കസ് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി, അടുത്ത ഒരു മൂവ് അത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി തന്നെ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പുതിയ ഇലക്ഷൻ വരുന്നു, പുതിയ പോളിസി വരുന്നു, അത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. അത് മനസ്സിലാക്കി MNC കമ്പനികൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ ആ കമ്പനികളിലുള്ള ഗ്രോത്ത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിലും ഗ്ലാക്സോ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. ഇന്ത്യയുടെ ആ ഗ്രോത്ത് തന്നെയാണ് ഇവരെ കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. മറ്റ് 2 ഓഹരികൾ എടുത്തു ചോദിക്കാനുള്ളത്, വിജയ്മല്യ പാക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന കർണാടക ഹൈക്കോടതിയുടെ വിധി, അവർ ഡിയാഗോയുമായിട്ട് ഉള്ള കരാർ, അതിലെ ഒരു 6% ഓഹരികൾ ഡിയാഗോ വാങ്ങിയത്, യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ വാങ്ങിയത്, അത് അസാധുവാക്കിക്കൊണ്ട് ഉള്ള നൾ ആൻഡ് വോയിഡ് എന്ന വിധിയാണ് വന്നത്. തുടർന്ന് തിങ്കളാഴ്ചയോടുകൂടി യുണൈറ്റഡ് ബ്രൂവറീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, യുണൈറ്റഡ് ബ്രൂവറീസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, ഇങ്ങനെ 3 കമ്പനികൾ, ഉപകമ്പനികളായ യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവയിലെല്ലാം ഒരു ഫോള് കണ്ടു. പക്ഷേ ഞാൻ എടുത്തു ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, യുണൈറ്റഡ് ബ്രീവറീസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഡിയാഗോയുമായി ബന്ധമില്ല. അത് ഹെൻകൻ എന്ന് പറയുന്ന ഡച്ചിലെ ഏറ്റവും വലിയ ആഗോള ബീർ ഭീമനായിട്ടുള്ള കമ്പനിയാണ് അത് വാങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫലത്തിൽ
യുണൈറ്റഡ് സ്പിരിറ്റ്സ് അല്ലെങ്കിൽ വിജയ് മല്യയുടെ കാര്യം ഒരല്പം പരിങ്ങലിലാവുന്നത് ഹെൻകന് ഇതിൽ ഓഹരി കൂട്ടാനുള്ള സാധ്യത കൂട്ടുന്നു. ഒപ്പം തന്നെ ആ ഓഹരി ഇപ്പോൾ വന്നിരിക്കുന്ന 753 അവിടെ നിന്ന് മുന്നേറാനുള്ള സാധ്യതയില്ല കാണുന്നു. ഇപ്പോഴത്തെ രീതിയിൽ ആ ഹെൻകൻ ടേക്ക് ഓവർ വരുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് കൂട്ടുന്നതോടുകൂടി ഈ കമ്പനിയിൽ വളരെ ബ്രൂവറീസിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് വരാനാണ് സാധ്യത. പിന്നെ ടോട്ടൽ ആ ഗ്രൂപ്പിനെ ആ ഒരു വിധി നെഗറ്റീവായി വന്നു. അത് പലപ്പോഴും ന്യൂസ് മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊക്കെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ലോങ് ടൈം വ്യൂവിൽ ആ സ്റ്റോക്ക് ബൈങ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കർണാടക ഹൈക്കോടതിന്റെ മാത്രം വിധിയാണ് വന്നിരിക്കുന്നത്. വീണ്ടും അപ്പീലിന് പോവുകയും എനിക്ക് തോന്നുന്നു ഇത് അത്രത്തോളം ഈ കമ്പനി അത്രത്തോളം എഫക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വളരെ നല്ലൊരു റൈഡ് ഈ രണ്ട് കമ്പനികളിലും സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഒരു കറക്ഷൻ ആയിട്ട് വേണമെങ്കിൽ കാണാം. ഈ വിധി പാക്കിൽ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന ഏത് ഓഹരിയാണ്? യുണൈറ്റഡ് ബ്രൂവറീസ് തന്നെയാണ് അതിനകത്ത് നമുക്കിപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു വില ഏകദേശം ആണ്. രണ്ടാമത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്ഷൻ വരാനുള്ള സാധ്യത, കാരണം ടോട്ടൽ ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പല ന്യൂസും വരാനിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ആ ഡീൽ നടക്കുന്നതിന് മുമ്പ് വളരെ ഷാർപ്പായിട്ട് ഫാൾ വരികയും അതിനുശേഷം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ നല്ല കമ്പനികളിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫാൾ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ അത് ഒരു കോമൺ സെൻസ് ആണത്. അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ ന്യൂസ് വരുമ്പോൾ മാറി നിൽക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. അത് തന്നെയാണ് എല്ലാവർക്കും നഷ്ടം സംഭവിക്കാനുള്ള ഒരു റീസൺ. എല്ലാം നന്നായി വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം അല്ല അത്. ഓക്കെ, നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് AK മാത്യൂസ് അദ്ദേഹത്തിൻ്റെ സംശയം നോക്കാം. അദ്ദേഹം ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൽ പെട്ടെന്നൊരു വർധന ഈയിടെ ഉണ്ടായി, അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിലും വലിയ ഒരു വർധന ഈയിടെ ഒരു സഡൻ സ്പർട്ട് ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിനാൻഷ്യൽ ടെക്നോളജീസിൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവുമുണ്ട്. പിന്നെ വൊക്കാർഡ്, TCS, ടെക് മഹീന്ദ്ര, HCL ടെക് തുടങ്ങിയ ഓഹരികളെക്കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നു. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫോക്കസ് ആ സ്റ്റോക്കിലേക്ക് വന്നു. മെയിൻലി അതാണ് അതിനൊരു ആക്ടിവിറ്റി കൂടുതലായി. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ രണ്ട് റീസണാണ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു. അതാണ് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ഒരു റീസൺ. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കും ഇതിൻ്റെയൊക്കെ ഇക്വിറ്റി ബേസ് കുറവായതുകൊണ്ട് വളരെ ഷാർപ്പായി ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ പോലും വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ് മൂവ് സ്റ്റോക്കിൽ വരുന്നു. രണ്ട് സ്റ്റോക്കും ഫണ്ടമെന്റലി സൗണ്ടാണ്. ശ്രീറാം ട്രാൻസ്പോർട്ട് 620, 540 രണ്ട് സപ്പോർട്ട് ലെവൽ. മാർക്കറ്റിൽ ഷാർപ്പ് കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്തായാലും അടുത്ത മാർച്ചിനുള്ളിൽ മാർക്കറ്റിൽ ഒരു പ്രീ എലക്ഷൻ കറക്ഷനും പ്രീ എലക്ഷൻ റാലിയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇപ്പോൾ ശ്രീറാം ട്രാൻസ്പോർട്ട് വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് 620 ആണ്. 620 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ മോശം ന്യൂസുകൾ വരികയാണെങ്കിൽ 540 ലെവൽ വരെ പോകാം. ഒരിക്കലും 540 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു സമയം വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് നല്ലതല്ല. ദെൻ 720 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 1300 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത്. ദെൻ 1150 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1600 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ FTA സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. കാരണം ക്ലാരിറ്റി ഇല്ല. അതിനകത്ത് മാറി നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. വോളറ്റിലിറ്റി സ്റ്റോക്കിൽ വരുന്നു. അതൊരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക. ലോസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. 192 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഈ മാത്യൂസ് ഇത് വാങ്ങിയിരിക്കുന്നത് ഫിനാൻഷ്യൽ ടെക് 10 ഉള്ളൂ, പക്ഷെ അത് വാങ്ങിയിരിക്കുന്നത് 1050 രൂപയ്ക്കാണ്. അത് വളരെ വളരെ ഉയർന്ന വിലയിലാണ്. പക്ഷെ അതിലേക്ക് വരാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു വില. പിന്നെ മാർക്കറ്റിൽ അതെങ്കിലും പ്രശ്നം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, അത് സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഒരിക്കലും ഇപ്പോഴത്തെ രീതിയിൽ പോലും ആ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ അദ്ദേഹത്തിൻ്റെ വോക്കാർഡാണ്. വോക്കാർഡും ഹൈ ബീറ്റ സ്റ്റോക്കാണ്. അപ്പോൾ ഒരു ഹൈ റിസ്ക് നിലനിൽക്കുന്നു. ഹൈ റിട്ടേണും ചിലപ്പോൾ ലഭിക്കാം. 400 അതുപോലെ 340 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 480 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ശ്രീറാം ട്രാൻസ്പോർട്ട്, ജമ്മു ആൻഡ് കാശ്മീർ, വോക്കാർഡ് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, ബാങ്കിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സെക്ടറിലേക്ക് കൂടെ കുറച്ച് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. 2014 എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ വർഷമാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അത് തന്നെയാണ് HCL ടെക്കും ടെക് മഹീന്ദ്രയുടെ കാര്യത്തിലും. ഇതിൽ HCL ടെക്കിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്
ടെക്നോളജി സെക്ടർ അല്ലെങ്കിൽ IT സെക്ടർ അടുത്തൊരു ബൂമിംഗ് സെക്ടർ തന്നെയാണ്. ഓരോ കറക്ഷനും IT-യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇതിൽ ടെക് മഹീന്ദ്ര ഹോൾഡ് ചെയ്യുന്നു 1700, 1480. എനിക്ക് തോന്നുന്നു ടെക് മഹീന്ദ്രയിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഇപ്പോൾ TCS ആണെങ്കിലും ടെക് മഹീന്ദ്ര ആണെങ്കിലും HCL ടെക് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അടുത്ത കറക്ഷൻ വരുമ്പോൾ ഏറ്റവും എനിക്ക് നല്ലൊരു ബെറ്റ് എന്ന് തോന്നുന്നു എനിക്ക് ടെക് മഹീന്ദ്ര തന്നെയാണ്. ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അതിൽ HCL ടെക്കിലും അടുത്ത കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ IT-യിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഒരു ചെറിയ റൈഡ് കൂടി 5 to 6% അപ്സൈഡ് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴും IT സെക്ടറിനുണ്ട്. പക്ഷേ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. ട്രേഡിംഗ് ആംഗിളിൽ അത് ശരിയാണ്. അതേസമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് IT സെക്ടറിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപകരൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റ് എനിക്ക് തോന്നുന്നൊരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു 2 മാസം മുമ്പ് പറഞ്ഞ ഒരു 6000 അതുപോലെ 5800 എന്ന് പറയുന്ന 2 സപ്പോർട്ട് ലെവലാണ് മാർക്കറ്റിൽ. ആ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത, അതിനുള്ള റീസൺസ് വരും. മാർക്കറ്റിൽ എപ്പോഴും പോസിറ്റീവായിട്ട് വൺ സൈഡ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ 2 സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ 5800 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട്. ഇപ്പോഴത്തെ ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 5800 ഒരു ബോട്ടം ലൈനായിട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത. വേറെ ബാഡ് ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ 6000 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ തിരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു അവസരമാണ്. 2014ലേക്ക് നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ 2014. മസ്കറ്റിൽ നിന്ന് പ്രിയയുടെ ചോദ്യം, സൺഫാർമ ഹോൾഡ് ചെയ്യുന്നുണ്ട് 603 രൂപയ്ക്ക്, L&T ഫിനാൻസ് 77 രൂപയ്ക്കും ഹോൾഡ് ചെയ്യുന്നു. ഒപ്പം ഏത് ലെവലുകളിലാണ് ബയോകോൺ, യെസ് ബാങ്ക്, PVR സിനിമ ഇവ എൻട്രി ചെയ്യാവുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ സൺഫാർമയും L&T ഫിനാൻസും ഒക്കെ വെച്ച ആളുകൾ ഇങ്ങനെ സംശയം ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? കാരണം ഇത്രയും വളരെ മികച്ച ബ്ലൂ ചിപ്പുകളായിട്ടുള്ള ഓഹരികളാണ്. പ്രത്യേകിച്ച് L&T ഫിനാൻസിന് ഏകദേശം ഒരു 90% ബാങ്കിങ് ലൈസൻസ് ഏകദേശം അടുത്ത മാസം ഏകദേശം ഉറപ്പായിട്ട് തന്നെ ഇരിക്കുന്നു. സൺഫാർമയെ സംബന്ധിച്ച് 5 രൂപ അങ്ങോട്ട് കൂടി 5 രൂപ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെയാണ് പ്രിയ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് തന്നെ തോന്നുന്നു. അത് ശരിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഈവൻ സൺഫാർമയൊക്കെ ഒരു 100 rupees കറക്റ്റ് ചെയ്താലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 5 rupees 10 rupees എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. സൺഫാർമ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 550, 510 എന്ന് പറയുന്ന 2 സപ്പോർട്ട് ലെവലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ, നിഫ്റ്റി ഇങ്ങനെ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ സൺഫാർമ, L&T ഫിനാൻസ്, ബയോകോൺ ഒക്കെ അടുത്തൊരു ജനറേഷൻ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. L&T ഫിനാൻസ് അഗൈൻ 72 and 64 2 സപ്പോർട്ട് ലെവലാണ്. 81 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബയോകോൺ ആണ്. ബയോകോൺ അടുത്തൊരു ബെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 400 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ആളുകൾക്ക് ശേഷം അല്ലേ? കാരണം ബയോകോൺ വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ ഒരു 10 വർഷമായി ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിട്ടേൺ നൽകിയിട്ടുമില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരു റൈഡ് നൽകിയിട്ടില്ല. പക്ഷേ റൈഡ് തുടങ്ങിയതുപോലെ തോന്നുന്നുണ്ട്. ഒരു ഫീൽ ഉണ്ട്. മാർക്കറ്റിൽ ഓവറോൾ മാർക്കറ്റ് ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വളരെയധികം അപ്സൈഡിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. 440 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോൺ. പക്ഷേ അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ 440 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400 ലെവലിലേക്ക് പോകാം. അതൊരു സേഫ് ആയിട്ടുള്ള ഒരു വാല്യൂ ബൈയിങ് ലെവലായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 490 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്ക് 360, 310 2 സപ്പോർട്ട് ലെവലാണ്. 400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക് ആയിരിക്കും. ICICI ബാങ്കിലേക്കൊന്ന് ഫോക്കസ് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഓരോ കറക്ഷനിലും ICICI ബാങ്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. വളരെ നല്ല പ്രിയയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്ക്, ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിൽ 10 രൂപ അല്ലെങ്കിൽ 15-20 റുപ്പീസിലുള്ള വേരിയേഷൻ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടതാണ്. കാരണം ഇതിനകത്തൊക്കെ കറക്ഷൻ സംഭവിക്കും. ഓരോ കറക്ഷനും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ വാങ്ങുക എന്ന്. അതെ, അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. 2014ലേക്കുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ ഡിപ്പും നല്ല കമ്പനികളുടെ പാർട്ടായി മാറുക എന്നുള്ളതാണ് അഡ്വൈസ്. PVR സിനിമ ഒരുപക്ഷെ ഒരു റാലി കഴിഞ്ഞ് കിടക്കുകയാണോ അതോ ഇനിയും അതിന് സ്റ്റീം ബാക്കിയുണ്ടോ മുന്നോട്ട് പോകാൻ? തീർച്ചയായിട്ടും ഇതിനിയും എന്റർടൈൻമെന്റ് സെഗ്മെന്റ് ആണ്. ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് ഇനിയും എനിക്ക് തോന്നുന്നു വളരെയധികം സ്പേസ് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ളതും ലോങ് ടേം വ്യൂവിൽ വളരെയധികം മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 600 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് ലെവൽ. അതുപോലെ 540 ഒരു വാല്യൂ ബൈയിങ് ലെവലാണ്. ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടതും മാർക്കറ്റിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. സാജു രാജേന്ദ്ര പ്രസാദിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൽ അദ്ദേഹം പണ്ട് SBTയുടെ ചോദ്യം ഉന്നയിച്ചിരുന്നു. അത് യു ഹാഡ് ഗിവൺ ആൻ ഇൻട്രസ്റ്റിംഗ് റിപ്ലൈ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നേട്ടമുണ്ടായി കാണുമെന്ന് കരുതുന്നു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിവേ, ബാൾമർ ലോറിയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിനെ കുറിച്ച് എന്തോ സംശയങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഹാൻസം ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയായിട്ട് പറയുന്നു. ടാറ്റ കെമിക്കൽസ് അതിൻ്റെ ബ്രിട്ടനിലെ പ്ലാന്റ് ഈയിടെ ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുന്നു. 2 കമ്പനികൾ, ബാൾമർ ലോറി അതുപോലെ ടാറ്റ കെമിക്കൽ, ഫണ്ടമെൻ്റലി 2 സ്റ്റോക്കും വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 0 പ്രൊമോട്ടർ സ്റ്റേക്ക് എന്ന് പറയുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2 കമ്പനി ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്. പക്ഷേ വില കൂടിയില്ലെങ്കിലും വില കുറയാൻ സാധ്യതയില്ലാത്ത അതാണ് ബീറ്റ സ്റ്റോക്കാണ്. അതാണ് റിസ്ക് ഇല്ല ഈ സ്റ്റോക്ക്. അപ്പോൾ 300 ആണ് ബാൾമർ ലോറി ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 300 and 260 ആണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ടാറ്റ കെമിക്കലിനെ സംബന്ധിച്ച് ഒരു ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്യുന്ന ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ റാലിയിലും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയും മൂവ് ചെയ്യാനുള്ള സ്പേസ് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ 260, 240 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 310 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ 310 പോലും ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. അതുപോലെ SBT 420 and 400 2 സപ്പോർട്ട് ലെവലാണ്. 460 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ 3 സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. എനിക്കൊന്ന് കുറച്ച് സ്റ്റോക്ക് കൂടി ഈ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുറച്ചുകൂടി ഹൈ ബീറ്റ അല്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഇപ്പോൾ ഏത് ഓഹരികളായിരിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെ പരിഗണിക്കുമ്പോൾ? ഇതിൽ പരിഗണിക്കാവുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് നല്ലൊരു സെക്ടറാണ്. ഫാർമ നല്ലതാണ്. IT, ബാങ്കിങ്, ഈ 4 സെക്ടർ വളരെ പോസിറ്റീവായിട്ടുള്ള. അതിൽ എടുത്തു പറയേണ്ട ഓഹരികൾ എടുത്തു പറയുന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ONGC, റിലയൻസ് തന്നെയാണ് അതിനകത്ത്. ബാങ്കിങ് എടുക്കുകയാണെങ്കിൽ ICICI ബാങ്ക് നല്ലതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ലതാണ്. ഈ 2 സ്റ്റോക്ക്. ദെൻ ഫാർമയിൽ നമ്മൾ സൺഫാർമ, ലൂപ്പിൻ ഒക്കെ തന്നെ. ഫ്രണ്ട് റൺ വോക്കാർഡ് കുറച്ച് ഹൈ ബീറ്റ, റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് വോക്കാർഡ്. പക്ഷേ ഒരിക്കലും നമ്മളൊരു ഫണ്ടമെന്റൽ ആംഗിളിൽ അതിനെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് അരവിന്ദോ ഫാർമ അടുത്തൊരു കർഷൻ വരികയാണെങ്കിൽ അത് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പിന്നെ IT-യിൽ നമുക്ക് ടെക് മഹീന്ദ്ര വളരെ നല്ലതാണ്. ഇൻഫോസിസ് ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ച് ഹയർ വാല്യൂ ആണ്. കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസ് അഡ്വൈസബിൾ ആണ്. ഇതൊക്കെയാണ്. TCS ഒക്കെ നല്ല. ഇപ്പോഴത്തെ ഈ കറണ്ട് വാല്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിലൊന്നും അഡ്വൈസബിൾ അല്ല. IT-യിലെല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്ക്. അപ്പോൾ ഇൻഫോസിസ് എടുത്താലും വലിയൊരു കറക്ഷൻ പ്രതീക്ഷിക്കണമോ? അല്ല, ഷാർപ്പ് കറക്ഷൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ മൈനർ കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാകും. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് താഴുന്നതിനനുസരിച്ച് നോക്കി ഇപ്പോൾ പറഞ്ഞ 10 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റോക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഗണ്യമായി താഴ്ന്നാൽ അങ്ങനെ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വർഷത്തേക്കുള്ള നല്ലൊരു എല്ലാ സെക്ടർ വൈസ് ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നൽകാം. ഇൻവെസ്റ്റ്മെന്റ് ആംഗിളൊക്കെ അത് കൺസിഡർ ചെയ്തിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ അടുത്ത 2014 നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ സമയം പറഞ്ഞ ഓഹരികളെല്ലാം വലിയ രീതിയിൽ കുതിപ്പുണ്ടാക്കി എന്നത് സന്തോഷകരമായ കാര്യമാണ് മാർക്കറ്റ് വാച്ചിനും. പ്രത്യേകിച്ചും L&T, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവ കഴിഞ്ഞ വർഷം പോർട്ട്ഫോളിയോയിൽ ഭുവനേന്ദ്രൻ പറഞ്ഞിരുന്നു. ആ ഓഹരികളെല്ലാം വലിയ മെനിഫോൾഡ് റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ച്. ഒരുപക്ഷെ ഇനി 2014 വീണ്ടും നിക്ഷേപകർക്ക് അനുകൂലമായൊരു വർഷമായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2013-നേക്കാളും ബെറ്റർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ആഗോള തലത്തിൽ തന്നെ സ്വർണ്ണത്തിൽ നിന്നും നിക്ഷേപം വിപണികളിലേക്ക് തിരിയുന്നത് തന്നെ ഒരു ഇൻഡിക്കേഷനായിട്ട് എടുത്താൽ സ്വർണ്ണവില ആഗോള വിപണിയിൽ വലിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വലിയ ഫണ്ടുകളെല്ലാം സ്വർണ്ണത്തിൽ നിന്നും നിക്ഷേപം വിപണികളിലേക്ക് തിരിയുന്നു. ഓഹരി വിപണികളിലേക്ക് തിരിയുന്നത് ഓഹരികളുടെ ഒരു വർഷമാകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് 2013 തീർച്ചയായിട്ടും അങ്ങനെ പൂർണ്ണമായി നമുക്ക് പറയുക വയ്യ. പക്ഷേ മാത്രമായിരുന്നു. 2014 സംബന്ധിച്ചിടത്തോളം ഓഹരി വിപണികളുടെ വലിയൊരു ബുള്ളിഷ് റണ്ണിനുള്ള തുടക്കമാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ IT സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഫാർമ സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഈ സെക്ടറുകളിലെ മുൻനിര ഓഹരികളിൽ ഈ സാഹചര്യത്തിൽ ഓരോ കറക്ഷനിലും ഏത് ഓഹരിയാണോ താഴെ വരുന്നത് ആ മുൻനിര ഓഹരികളിൽ താഴെ വരുന്ന ഓഹരി അതത് ദിവസങ്ങളിലെ കറക്ഷൻ അനുസരിച്ച് വാങ്ങിയാൽ 2014 വലിയ നേട്ടം കൊയ്യാം. ഏതായാലും അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് വാച്ചിൽ നമുക്ക് 2014 പോർട്ട്ഫോളിയോയും ഭുവനേന്ദ്രൻ തയ്യാറാക്കുന്നുണ്ട്. അതും കാണാം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.